നമ്മൾ അനവരതം ചെയ്യുന്നതാണ് ശ്വാസോച്ഛ്വാസം. മൂക്കിൽ നിന്ന് ഇങ്ങനെ കാറ്റ് പുറത്തേക്ക് പോയി, അത് കഴിഞ്ഞാൽ അകത്തേക്ക് എടുത്തു, പുറത്തേക്ക് പോയി, അകത്തേക്ക് എടുത്തു, അകത്തേക്ക് എടുത്തു ഒരു സ്ഥലത്ത് ചെന്ന് തട്ടിയതിന് ശേഷം അത് പുറത്തേക്ക് വരുന്നു. ഈ പ്രക്രിയയുടെ പിന്നാലെ പോയി നിങ്ങളിത് എവിടെ തട്ടിയിട്ടും എന്തുകൊണ്ടുമാണിത് പുറത്തേക്ക് വരണത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രാണായാമ ശാസ്ത്രം പറയണത് മുഴുവൻ എന്താണെന്നറിയോ? ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ഇത് രണ്ടിനെയും റെഗുലേറ്റ് ചെയ്യാം. അകത്ത് പോണതും പുറത്ത് പോണതും റെഗുലേറ്റ് ചെയ്ത് ക്രമീകരിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ആ ശക്തി ഉണ്ടല്ലോ, ആ കനം കുറച്ച് അതിനെ വളരെ നേർമയുറ്റതാക്കി തീർത്താൽ മനസ്സ് ശാന്തമാവും. മനസ്സിന് ക്ഷോഭം വരുമ്പോൾ ശ്വാസത്തിന് ശക്തി കൂടി, മനസ്സ് ശാന്തമാവുമ്പോൾ ശ്വാസം ശാന്തമാകും. അപ്പോൾ ഏറ്റവും കനം കുറഞ്ഞ് അകത്തേക്കും പുറത്തേക്കും തുല്യമായിട്ട് പോയി തുടങ്ങിയാൽ മനസ്സ് സമാധാനമായിട്ടിരിക്കും. പ്രാണായാമത്തിൻ്റെ വിശേഷത അതാ.